മയൂഖം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന മമത മോഹൻദാസ് ഇന്ന് മലയാളത്തിലെ മുൻനിര നായികാ നടിമാരിൽ ഒരാളാണ്. അന്നും ഇന്നും മമതയ്ക്ക് സിനിമാ രംഗത്ത് സ്ഥാനമുണ്ട്. ഇടയ്ക്ക് ഇടവേളകൾ വന്നപ്പോഴും തിരിച്ചുവരവിൽ മികച്ച സിനിമ മമതയെ തേടി വന്നു. അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മമത മടിക്കാറില്ല. കാര്യങ്ങൾ കൃത്യമായി തുറന്നു പറയുന്ന പ്രകൃതമാണ് മമതയുടേത്. സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യം, പ്രതിഫലത്തിലെ അന്തരം തുടങ്ങിയവയെക്കുറിച്ചെല്ലാം വ്യക്തമായ അഭിപ്രായം മമത പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോഴിതാ ഒരു പ്രമുഖ താരത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് മമത. നിരവധി നടിമാർ എൻ്റെ സിനിമയിൽ സെക്കൻഡ് ലീഡായി അഭിനയിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും അവർ ഈ സിനിമയുടെ ഭാഗമാകരുതെന്നോ പോസ്റ്ററിലോ ഗാനത്തിലോ ഉണ്ടാകരുതെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. നിരവധി സിനിമകളിൽ സെക്കൻഡ് ഹീറോയിനായി ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിലൊരു നടി വലിയ തിരിച്ചുവരവ് നടത്തി. ആ നടിയുടെ സിനിമയിൽ ഞാൻ സപ്പോർട്ടിംഗ് റോൾ ചെയ്തിട്ടുണ്ട്. ആ നടിയുടെ തിരിച്ചുവരവിനെ പിന്തുണയ്ക്കാൻ വേണ്ടി മാത്രമാണ് ആ കഥാപാത്രം ഞാൻ സ്വീകരിച്ചത്. പക്ഷേ ഞാൻ ലീഡ് ചെയ്യുമ്പോൾ ആ നടിയെ അതിഥി വേഷത്തിൽ വിളിച്ചു. അവർ നോ പറഞ്ഞു. ഇൻസെക്യൂരിറ്റി കാരണമാണത്. താൻ ആർട്ടിസ്റ്റ് എന്ന നിലയിലോ വ്യക്തി എന്ന നിലയിലോ ഇൻസെക്യൂർ അല്ലെന്ന് മമത വ്യക്തമാക്കി. ഇൻസെക്യൂർ ആക്ടേഴ്സ് മാത്രമേ മറ്റുള്ളവരെ മാറ്റി നിർത്തൂവെന്ന് മമത തുറന്നടിച്ചു. മമത പരാമർശിച്ച നടി ആരാണെന്ന് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം മഞ്ജു വാര്യരാണോ ഇതെന്ന് ചോദ്യമുണ്ട്. മഞ്ജുവിൻ്റെ ഉദാഹരണം സുജാത എന്ന സിനിമയിൽ സഹനടിയായി മമത അഭിനയിച്ചിട്ടുണ്ട്. മഞ്ജു ടൈറ്റിൽ റോളിലെത്തിയ സിനിമയായിരുന്നു ഇത്. മമത പറഞ്ഞതുപോലെ മലയാളത്തിലെ വലിയ തിരിച്ചുവരവ് നടത്തിയ നടി മഞ്ജു വാര്യരാണ്. മറ്റൊരു നടിയുടെ തിരിച്ചുവരവ് ഇത്രമാത്രം ചർച്ചയായിട്ടില്ല. അതേസമയം മീര ജാസ്മിൻ ഒരിടവേളയ്ക്ക് ശേഷം ചെയ്ത ലേഡി ആൻഡ് ജെന്റിൽമാൻ എന്ന സിനിമയിൽ മമത അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമുള്ള സിനിമയായിരുന്നു ഇത്. മമത പറഞ്ഞ നടി ആരാണെന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. മഞ്ജു വാര്യരുടെ പേര് മീര ജാസ്മിൻ്റെ പേരും നടി പറഞ്ഞിട്ടില്ല. അതേസമയം നടി നയൻതാരയിൽ നിന്നുണ്ടായ തെറ്റായ സമീപനത്തെക്കുറിച്ച് മമത അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. തന്നെ ഗാനരംഗത്തിൽ നിന്ന് ഒഴിവാക്കാൻ കാരണം നയൻതാരയാണെന്ന് പേരെടുത്ത് പറയാതെ മമത പറഞ്ഞു. സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള നടിമാർ ഇങ്ങനെ ചെയ്യില്ലെന്നും മമത പറയുന്നുണ്ട്.